1.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നാട്ടിലേക്ക് പോകാൻ 1 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന എനിക്ക് ആദ്യം പണി തന്നത് എൻ്റെ അമ്മയാണ്. അമ്മ ഒരു വണ്ടി കൊണ്ടേ ഇടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ എയർ ഇന്ത്യയും പണി തന്നു. ഫ്ലൈറ്റ് എങ്കിൽ ക്യാൻസലാക്കി. അടുത്ത ഫ്ലൈറ്റും പിടിച്ച് ഞാൻ നാട്ടിലെത്തുമ്പോഴേക്കും ഒരു ദിവസം കൂടി കഴിഞ്ഞിരുന്നു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ 7-8 ദിവസം. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തന്നെ താത്ത് വെച്ചിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോഴാട്ടെ ഒന്നും ചെയ്യാനില്ല, ആരുമില്ല, ബോറടിച്ചിരിക്കുമ്പോൾ അനിയന്മാർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരെയും കൂട്ടി പുറത്തു പോവുക, ഫുഡ് കഴിക്കുക, കറങ്ങുക. ഇത് തന്നെയായിരുന്നു അവസാനം. അപ്പം ഒരുപാട് അനിയന്മാരുള്ളതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു. അവസാനം എല്ലാ കറക്കങ്ങളും കഴിഞ്ഞപ്പം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോണില്ലേ എന്നു. അപ്പോഴാണ് ഓർത്തത്, അയ്യോ അങ്ങോട്ട് പോകണമല്ലോ. പെട്ടെന്ന് തന്നെ ബാഗ് പാക്ക് ചെയ്ത് കണ്ണൂരേക്ക് പോകാനുള്ള ഒരുക്കത്തിലായി. എല്ലാവരും പറയും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എപ്പോഴും ബെറ്ററാന്ന്. പക്ഷേ ഈ യാത്ര ചെയ്യുന്ന ഓർക്കുമ്പോഴാകെ മടുപ്പാണ്. പക്ഷേ ഈ യാത്രയ്ക്ക് അധികം മടുപ്പുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കുഞ്ഞു പെണ്ണിനെ കാണാനാണ് പോകുന്നത്. 1.5 മാസമായി ആൾ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാവയാണ്. അപ്പോൾ അവളെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം വീട്ടിൽ ആരോടും പറയാണ്ട് സർപ്രൈസ് ആയിട്ടാണ് ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ചെന്നു, കുഞ്ഞിപ്പെണ്ണിനെ കണ്ടു, അവളുടെ കൂടെ ഒരു 3-4 ദിവസം സ്പെൻഡ് ചെയ്തു. അങ്ങനെ മമ്മീനെ കൊണ്ട് എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കണ്ണൂരിനൊരു ബൈ ബൈ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. കൊച്ചിയിൽ വന്ന് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, ഒരു സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ വീണ്ടും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കസിൻസിനെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഫിലിമിന് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫിലിമിന് പോയി. അങ്ങനെ ഫിലിമൊക്കെ എൻജോയ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ 25 ദിവസത്തെ ലീവ് കഴിഞ്ഞു. നാട്ടിൽ നിന്ന് പോകാൻ സമയമായി. പിന്നെ വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി എൻ്റെ പാവം ഹസ്ബൻഡ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ പുള്ളീൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്.